എന്ത് ചോദ്യമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 7-8 മാസങ്ങളായി. കഴിഞ്ഞ മെയ് 16-നായിരുന്നു. സോ ഞങ്ങൾ അപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്തായിരുന്നു ഏകദേശം ഒരു സെപ്റ്റംബർ റേഞ്ചിൽ കല്യാണം ആവാമെന്ന്. പക്ഷേ എനിക്കൊരു കോഴ്സ് പഠിക്കാനുണ്ടായിരുന്നു, അത് കാരണം കല്യാണം കുറച്ച് ലേറ്റായി. സോ എല്ലാവരും ഫാമിലീസും എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്ത ഒരു ഡേറ്റാണ് ജാനുവരി 15 എന്ന് പറയുന്നത്. സോ വളരെ എക്സൈറ്റഡ് ആണ്, എല്ലാവരും ഹാപ്പിയാണ്. 8 വർഷത്തെ പ്രണയം ഭയങ്കര. അതെ ബ്രോ, ശരിക്കും ശരിക്കും പ്രണയിച്ചു. അതെ ശരിക്കും പ്രണയിച്ചു. എല്ലാവരും സപ്പോർട്ടായിരുന്നു, ഫാമിലീസ് ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും. എന്തുകൊണ്ടാണ് ഇപ്പൊ കെട്ടണമെന്ന് തീരുമാനിച്ചത്? 10 കൂടെ നമ്മളിപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈം തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അയ്യോ അതങ്ങനെ, അത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. പറഞ്ഞു ഒരുമിച്ചല്ല, ആദ്യം ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമല്ലോ. ഞാനാ ചോദിച്ചേ. അങ്ങനെ അപ്പം എന്തായാലും ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. സോ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. എന്ത് ചോദ്യമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റും. അതന്നെ. ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കൂടുതൽ അറിയാൻ പറ്റുക. അതെ ബ്രോ, ശരിക്കും അതെന്താ കുത്തി പറയുന്നത്? ജീവിച്ചു തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാം. അതെ കൂടുതൽ മനസ്സിലാക്കുന്ന ജീവിച്ചു. നിങ്ങളിൽ പ്രണയം ഉള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് പറ്റും. ശരിക്കും അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം.